ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പിള്ളേരെ അംഗനവാടി കൊണ്ടുവിട്ടിട്ട് ഇറങ്ങിയേക്കാണ് എൻ്റെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആടിലും സംക്രാന്തിക്ക് മാത്രമല്ലോ ഡ്യൂട്ടി, അത് എന്താ അപ്പം പിന്നെ ഇന്ന് അംഗനവാടി കൊണ്ടുവിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അംഗനവാടി പോകുന്ന ദിവസമായതുകൊണ്ട് ഇന്ന് അങ്ങനെ ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട്. നമ്മൾ ഈ ബസ്സിലൊക്കെ കയറുന്നത് ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോഴാണല്ലോ. അപ്പം ബസ് യാത്ര കഴിഞ്ഞ് നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആ സ്പോട്ടിലെത്താന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഞാൻ നിന്നു. അല്ലാതെ ക്രോസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഓടിപ്പിടിച്ചിട്ട്. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ ഇവിടെ ഭക്ഷ്യമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ തുടങ്ങുന്നതേ ഉള്ളായിരുന്നു കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവർക്കും വന്ന് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് കുറേ അങ്ങോട്ട് ഇങ്ങോട്ട് വെറുതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തത് അവിടെ അവർ എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെയൊക്കെ ബോർഡൊക്കെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. രാത്രിയാണ് പ്രധാനമായിട്ട്. അതിൻ്റെയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ മേലെയും താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. താഴെ ഇറങ്ങി സ്റ്റോറിലൊക്കെ ഒന്ന് നോക്കി അവിടെ ബാഗൊക്കെ വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിട്ടോ. പുറത്തിറങ്ങിയത് ഇവിടെയും കുറേ സ്റ്റാളുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഒരു 10 മണി 10:30 ആവും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എല്ലാ സാധനങ്ങളൊക്കെ കുറേ പേരൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാ സാധനങ്ങൾ പല പല സാധനങ്ങൾ കുടുംബശ്രീയുടെ ഓരോ സംരംഭത്തിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. പല സ്ഥലത്തു നിന്നും വന്നവരുണ്ട്, പല ജില്ലയിൽ നിന്നും വന്നവരുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നല്ല കുറേ പ്രൊഡക്റ്റുകളുണ്ട്. പിന്നെ മേളിൽ വരുന്നവരൊക്കെ ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ വരുന്നവരെയൊക്കെ അവർ പറഞ്ഞ് താഴോട്ടൊക്കെ വിടും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ അറിയുന്നത്. അപ്പോൾ സോപ്പൊക്കെ സെറ്റാക്കി നല്ല സോപ്പുകളൊക്കെയാണ് കൊണ്ടുപോയവരൊക്കെ പറഞ്ഞു കേട്ടോ. മറ്റേ ആട്ടുംപാലിൻ്റെ വെച്ചിട്ടുള്ള സോപ്പും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ അവരുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടനോടൊക്കെ കുറേ നേരം ഞാൻ ഇന്ന് സംസാരിച്ചായിരുന്നു. എല്ലാവരോടും നമുക്കിതിന് സംസാരിക്കാമല്ലോ, ഇഷ്ടം പോലെ സമയമുണ്ട്. അവിടെ ആണെങ്കിൽ ആളുകൾ വരുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ അവർക്ക് ബിസി ആവുന്നത്. അല്ലാതെ ഞാനിങ്ങനെ എല്ലാവരോടും കാര്യം പറഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഇവരെ രണ്ടുപേരെയും കണ്ടത്. ഇവരും കുറേ സാധനം കൊണ്ട് വന്നവരാണ്. പക്ഷെ ഇവരെ കണ്ടപ്പോൾ കേട്ടോ നല്ല ഏജ്ഡായിട്ടുള്ള 2 പേരാണ് കേട്ടോ. വൈഫും ഹസ്ബൻഡും ആണ്. അപ്പോൾ ആ അമ്മയ്ക്ക് എന്തോ കാലിന് വയ്യാതെ നിന്നപ്പോൾ അച്ഛനാണെങ്കിൽ എന്തോ തിരുമ്മി കൊടുക്കുകയാണ് കേട്ടോ. ഓയിൽമെൻറ്റ് വെച്ചിട്ട് തിരുമ്മി കൊടുക്കുകയാണ്. അപ്പം ഞാൻ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ എന്ത് പറ്റിയതാണൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ അത്രയും പ്രായമായവർ അവരാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങനെ സഹായിക്കുന്നതൊക്കെ കണ്ടപ്പം എന്തോ നല്ല സന്തോഷം തോന്നി കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന സാധനങ്ങളാണ്, അവരെ കൂടെ വന്ന ആൾക്കാരും കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ ഇരിക്കുന്നതൊക്കെ. പിന്നെ ഇത് അട്ടപ്പാടിയിൽ നിന്ന് വന്നവരാണ് കേട്ടോ. ഇവിടെ നിൽക്കുന്നവരൊക്കെ അട്ടപ്പാടിയിൽ നിന്ന് വന്നവർ ഗ്രൂപ്പുകാരായിരുന്നു. അവരും ഉച്ച കഴിഞ്ഞിട്ടാണുള്ളൂ കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കുറേ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ അവർക്കെല്ലാം ഫുഡ് അവരെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്ത്. അപ്പോൾ എൻ്റെ ഏകദേശം ജോലിയൊക്കെ ഞാൻ ഉച്ചയോടെ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3 മണിയൊക്കെ 3:30 ആയപ്പോഴത്തേന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഇവിടെ നിന്ന് ബസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടാസ്ക്. അപ്പം ഞാൻ ഇറങ്ങിയ സമയം ഒരു ബസ് കിട്ടുന്ന സമയം വെച്ചിട്ട് അങ്ങ് ഇറങ്ങുകയും ചെയ്തു. ഇനിയിപ്പം നമുക്ക് അംഗനവാടിയിൽ നിന്ന് പിള്ളേർ വരുമ്പോഴത്തേനും അങ്ങ് ചെല്ലണമല്ലോ, അതല്ലേ മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഞാൻ ബസ്സിലൊക്കെ കയറിയിരുന്ന് ഈ കണിക്കൊന്ന ഞാനിങ്ങനെ കുറേ ഈ പ്രാവശ്യം വിഷുവിന് ഇങ്ങനെ കുറേ ഈ കണിക്കൊന്നയൊക്കെ ഭയങ്കര ഫേമസ് ആയെന്നല്ല, നേരത്തെ എങ്ങനെ ഉണ്ടോ. പക്ഷേ നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒറിജിനൽ കണിക്കൊന്നയല്ലേ ഉപയോഗിക്കുക. അപ്പോൾ ബസ്സിലും അത് തൂക്കിയിട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ആണ് കേട്ടോ വീട്ടിലെത്തിയത്. എല്ലാവരുടെ മീൻസ് ഞങ്ങൾ 3 പേരോടാണ് കേട്ടോ വീട്ടിലെത്തിയത്. അപ്പം ഞാൻ ഇവർക്കാണെങ്കിൽ ഏട്ടൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് എടുത്ത് കൊടുക്കുകയാണ് കഴിക്കാൻ വേണ്ടി. അവരത് കഴിക്കും, ഞാനാണെങ്കിൽ ചായ ഇടുന്നുണ്ട് കേട്ടോ. ചായ ഇട്ട് ബ്രെഡും ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ബ്രെഡും കൂടെ കൂട്ടിയിട്ട് ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അവരതിൽ നിന്ന് കഴിക്കട്ടെ എന്ന് കരുതി. പിന്നാണെങ്കിൽ എനിക്ക് പോയിട്ട് വന്നിട്ട് അങ്ങനെ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ വെറുതെ കഴിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ വീട്ടിലിരിക്കുന്ന ദിവസമാണ് ഗൈസ് വിശപ്പ് കൂടുതൽ. അല്ലാത്ത പുറത്തൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ അങ്ങനെ വലിയ വിശപ്പൊന്നുമില്ല. അപ്പം ഞാനാണെങ്കിൽ ചായക്കകത്ത് മുക്കിയിട്ട് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്കാണെങ്കിൽ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവർക്കത് വേണ്ട, അവർക്ക് ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞിരിക്കുക. സാധാരണ അങ്ങനെ ബിസ്ക്കറ്റ് ഇന്നിപ്പം ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ബിസ്ക്കറ്റിൽ ഇന്നങ്ങ് ഒതുക്കിയത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ പതിവ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ പെയ്യുന്നു പെരുമഴ കേട്ടോ.
അങ്ങനെ മഴ പെയ്തത് കണ്ടോണ്ട് ഞങ്ങളാണെങ്കിൽ കുറച്ച് നേരം അവിടെ കട്ടിലോട്ട് അങ്ങ് കിടന്നിട്ടോ. കുറേ നേരം ഡ്രസ്സൊന്നും മാറിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. പിറ്റേ ദിവസമാണ് കേട്ടോ അവരെ അംഗനവാടി വിടാൻ വേണ്ടിയിട്ട് രാവിലെ ഞങ്ങൾ പുറപ്പെടുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പോകേണ്ടാത്ത ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇവരെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു തന്നാൽ മതി. അപ്പോൾ ആ കാശി തൊപ്പ് വെച്ചിട്ട് കാശിയുടെ തലമുടിയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവൻ തൊപ്പ് വെക്കാൻ സമ്മതിക്കത്തില്ല, അവൻ നടക്കത്തുമില്ല കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ അവനെ എടുത്തിട്ട് പിന്നെ നല്ല വെയിലുണ്ട്. വെയിലായതുകൊണ്ടാണ് ഈ തൊപ്പിയൊക്കെ കാണിക്കുന്നത്. പിന്നെ കുട മിക്കവാറും ഞാൻ അങ്ങോട്ട് പോകുമ്പോഴെല്ലാം എല്ലാവരും ചോദിക്കുന്നു എന്താ കുട എടുക്കാത്ത. ഇവരെ രണ്ടുപേരും കൂടെ പിടിച്ചിട്ട് എങ്ങനെയാണ് ഗേസ് ഞാൻ കുട എടുക്കുക? ഒരു കയ്യിലൊന്നെങ്കിൽ കുഞ്ഞ് എൻ്റെ കയ്യിൽ കാണും, അവനാണെങ്കിൽ ഇതുപോലെ ഞാൻ എടുക്കുകയും വേണം. അപ്പം ഞാൻ എങ്ങനെയാണ് കുട എടുക്കുക? പക്ഷേ ഞാൻ അവരെ വിട്ടിട്ട് തിരിച്ചു വരുമ്പം കുടയും വെച്ചിട്ടാണ് കേട്ടോ വരിക. സമയം 10:30-11 മണി ആയിട്ടുണ്ടായിരുന്നെങ്കിലും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. 11 മണിയായിട്ടുണ്ട് ഈ സമയത്ത്. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു വിധത്തിൽ എളുപ്പം ഓടി ഇങ്ങ് പോന്നു. കുറച്ചധികം നടക്കാനുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ വന്ന് ഈ കുടയൊന്ന് താത്ത് വെച്ച് ആ വെയിലത്തൊന്നൊന്ന് മാറിയപ്പോഴാണ് എനിക്ക് ആയത്. പിന്നെ നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റൂല. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് നമ്മുടെ തുടപ്പും അടുപ്പൊക്കെ ബാക്കി കിടക്കുന്നേ ഉള്ളൂ, നനപ്പും തുടപ്പമൊക്കെ ബാക്കി കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പോയിട്ട് കുറേ ഈ തുണിയെല്ലാം അവിടെ കൊണ്ട് മുക്കി വെക്കാൻ പോയിട്ടോ. ആദ്യമേ കൊണ്ട് സോപ്പ് പൊടിക്കകത്ത് മുക്കി വെച്ചിട്ട് വന്നിട്ട് തറ തുടയ്ക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഇതൊക്കെ കൊണ്ട് നമുക്ക് ഇപ്പോഴേ എന്തായാലും അലക്കൽ നടക്കൂല, കാരണം നല്ല വെയിലല്ലേ. മെയിലൊന്നും താഴാൻ നമ്മൾ അലക്കലൊന്നും നടക്കൂലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു സോപ്പ് പൊടിക്കാൻ, സാധാരണ ഞാൻ പറയാറുണ്ടല്ലോ സോപ്പ് പൊടിക്കകത്ത് മുക്കുന്ന തോന്നുന്നു ഞാൻ കൂടുതലും വീഡിയോക്കകത്ത് വരുന്നത് ആ ഒരു ദിവസം തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കാറ്. അപ്പോൾ സോപ്പ് പൊടിക്കകത്ത് മുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല നല്ല അവസരത്തിലായിരിക്കും കേട്ടോ. ഒന്നെങ്കിൽ എനിക്ക് സമയം കാണാത്ത, അല്ലെങ്കിൽ ഇതുപോലെ കുറേ തുണിയുള്ള ദിവസങ്ങളിൽ. ഇതിപ്പം തലേദിവസം തുണികളുണ്ടായിരുന്നതുകൊണ്ട് കുറേ തുണി ഉണ്ടായിരുന്നല്ലോ. തുണി കുറേ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ സോപ്പ് പൊടിക്കകത്ത് മുക്കിയിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ കഴുകിയെടുക്കാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ വെയിലായതുകൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യത്തോണ്ട് ഞാൻ ഒരു ഓട്ടം അങ്ങ് ഓടി കേട്ടോ. ഇനിയിപ്പം നമുക്ക് തുടയ്ക്കാനുള്ള പരിപാടി നോക്കണം. അതിനിടയ്ക്ക് ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇടയ്ക്ക് ലൈവൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ സമയം അങ്ങ് ലൈവിനകത്ത് പോയതുകൊണ്ട് പിന്നെ അത്രയും സമയമായില്ലോ. ഇങ്ങോട്ട് കയറി നോക്കിയപ്പോൾ രാവിലത്തെ ബഹളമാണ് കേട്ടോ. ഒന്നാമത് നമുക്കിവിടെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ റെൻറ്റിലാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പെട്ടിക്കകത്താണ് ഇവരുടെ ഡ്രസ്സൊക്കെ വെക്കാറ്. ഇവരെ എല്ലാം ഞങ്ങളുടെ ആണെങ്കിലും അങ്ങനെയാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ രാവിലെ പിള്ളേർ ഒരുക്കി വിട്ടതിൻ്റെ ബഹളമായിരുന്നു ആ പെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം. ഇനി അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ട് നമുക്ക് തുടയ്ക്കണം. അപ്പോൾ അതിൻ്റെ ലൈവ് എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അല്ല തുണി മുക്കി വെച്ചിട്ട് വന്നിട്ട് ഞാൻ വെള്ളം കുടിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പം ഞാൻ ലൈവ് എടുക്കാൻ വേണ്ടി പോവാണ്, അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ ലൈവ് എടുത്തിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തുടയ്ക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. തുടച്ചുകൊണ്ട് ഇരുന്ന് ഈ തുടപ്പൊന്നും ഞാൻ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. കാരണം ഞാൻ സ്റ്റാൻഡിനകത്ത് എനിക്ക് ക്യാമറ വെക്കാനുള്ള മടിക്കാണ് ഞാൻ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഫോണിനകത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ മൊത്തം തുടച്ചുകൊണ്ടിരുന്നപ്പം തന്നെ കുട്ടീസ് 2 പേരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അംഗനവാടി വിട്ടിട്ട്. അപ്പോൾ അവർ വന്നതുകൊണ്ട് പിന്നെ ഞാൻ അവരെ അവിടെ ഇരുത്തിയിട്ട് ബാക്കിയുണ്ട് തുടച്ചു. കുറച്ച് തുണിയൊക്കെ മടക്കാനുള്ള തുണികളാണ് കേട്ടോ കസേര കിടക്കുന്നത്. അപ്പോൾ അവർ 2 പേരും വന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഞാൻ എൻ്റെ തുടപ്പം കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അത് തിന്നുന്നതാണ് ഇത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഇനി വീഡിയോ ഇടണം. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന അടുത്ത വീഡിയോ കാണാൻ. എൻ്റെ ബെസ്റ്റ്.